കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടുകൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ തിരിക്കുകയാണ്. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 17-ാമത് വാക്യം. കർത്താവിനോട് പറ്റിച്ചേരുന്നവരും അവനുമായി ഏകാത്മാവാകുന്നു. ഈ വാക്യങ്ങൾക്കാട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. വളരെ അനുഗ്രഹീതമായ ഒരു അധ്യായമാണ് 1 കൊരിന്ത്യ ലേഖനം 6-ാം അധ്യായം. നമുക്കറിയാം, 1 കൊരിന്ത്യ ലേഖനത്തെ എഴുതാനുണ്ടായ കാരണമെന്ന് പറയുന്നത് കൊരിന്ത്യ സഭയ്ക്കകത്ത് വെളിപ്പെട്ട് വന്ന ദുർനടപ്പിനെതിരായിട്ട്, അല്ലെങ്കിൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിന് മറുപടി എന്ന വണ്ണമാണ് പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുന്നത്, അല്ലേ? നമ്മൾ ഈ 6-ാം അധ്യായത്തിൻ്റെ നമ്മൾ വായിച്ച 17-ാമത് വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഏകാത്മാവാകുന്നത്. അതിന് മുമ്പിലത്തെ ഭാഗങ്ങൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് പാപം ചെയ്യുന്ന ദേഹിയെക്കുറിച്ചാണ് അവിടെ നമ്മൾ വായിക്കുന്നത്, അല്ലെങ്കിൽ വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏകദേഹമായിട്ട് മാറും, അല്ലെങ്കിൽ ഏക തലത്തിലേക്ക് അത് വരും. അപ്പം അതൊരു പാപപ്രവൃത്തിയാണ്, അല്ലേ? അപ്പം ശരീരം കൊണ്ട് അതിൻ്റെ താഴോട്ട് നമ്മൾ ഈ 17-ാം വാക്യത്തിൻ്റെ താഴോട്ട് 18, 19, 20 വാക്യങ്ങളിലേക്കൊക്കെ വരുന്ന സമയത്ത് വളരെ കൃത്യമായി പറയുന്നു, ശരീരം കൊണ്ട് നമ്മൾ ചെയ്യുന്ന പാപത്തിന്, ശരീരം കൊണ്ട് നമ്മൾ ചെയ്യുന്ന സ്തോത്രം ദുർനടപ്പിന് നിശ്ചയമായിട്ട് അതിനകത്ത് ശിക്ഷ ഉണ്ടെന്നുള്ളത് വ്യക്തമാണ്. അപ്പം ദുർനടപ്പ് ചെയ്യുക അല്ലെങ്കിൽ പാപം ചെയ്യുക, നമ്മൾ ആ വാക്യങ്ങളിലേക്ക് 16-ാം വാക്യത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് പറയുന്നത് ഇങ്ങനെയാണ്: വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏക ശരീരമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇരുവരും ഒരു ദേഹമായി തീരും എന്നുണ്ടല്ലോ. കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവ് ആകുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ വേശ്യയോട് പാപത്തിനായിട്ട് മൂവ് ചെയ്യുന്നവർക്ക് സ്തോത്രം ബൈബിൾ പറയുന്നൊരു കാര്യം, അവളുമായി ഒരു ദേഹമായിട്ട് മാറുകയാണ്. അങ്ങനെയാണ് ബൈബിൾ പറയുന്നത്, അല്ലേ? കുടുംബ ബന്ധത്തെക്കുറിച്ച്, ഭാര്യ ഭർത്തൃ ബന്ധത്തെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ഉൽപ്പത്തി പുസ്തകം മുതൽ ഇങ്ങോട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു: ഒരു മനുഷ്യൻ സ്തോത്രം അവൻ്റെ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും എന്നുള്ളൊരു പ്രയോഗമുണ്ട്, അല്ലേ? അപ്പം അത് പറ്റിച്ചേരുക എന്നുള്ളതിൻ്റെ അർത്ഥം ഇന്നർലി നമ്മൾ പഠിക്കുമ്പോൾ വളരെ ആഴമുള്ളതാണ്. അപ്പം അതുപോലെയാണ് ദൈവിക ബന്ധം, അല്ലെങ്കിൽ അതിനേക്കാൾ ആഴമുള്ളതാണെന്ന് പറയുകയാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്, അല്ലേ? അപ്പോൾ ഇവിടുത്തെ ബന്ധങ്ങൾ, ഇവിടുത്തെ സ്തോത്രം ഭാര്യ ഭർത്തൃ ബന്ധമാകട്ടെ, സുഹൃത്ത് ബന്ധമാകട്ടെ, സഹോദര ബന്ധങ്ങളാകട്ടെ, എല്ലാറ്റിനും ഒരു പരിമിതിയുണ്ട്, അല്ലേ? ഒരു പരിമിതിക്ക് അപ്പുറത്തേക്ക് ആർക്കും ആരെയും സ്തോത്രം നമുക്ക് കണക്ട് ചെയ്ത് നിൽക്കുവാൻ തക്കവണ്ണം കഴിയത്തില്ല. നമ്മൾ എന്തൊക്കെ ചെയ്താലും, എന്തൊക്കെ ചെയ്യുവാൻ ശ്രമിച്ചാലും പലപ്പോഴും അതൊക്കെ ഒരു നല്ല റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ നൽകി തരണമെന്നില്ല. എന്നാൽ ഒരു കാര്യം ഒരു സദ്വർത്തമാനം നിങ്ങളോട് ഞാൻ പറയുകയാണ്. ഇവിടെ സുഹൃത്തുക്കളോടോ, അല്ലെങ്കിൽ ഭർത്താവിനോടോ, ഭാര്യയോടോ, മക്കളോടോ സ്തോത്രം അവരുമായിട്ടൊരു ഇൻറ്റിമസി, അല്ലെങ്കിൽ ഒരു പറ്റിച്ചേരൽ, അങ്ങനെ ഒരു ബന്ധം സ്ഥാപിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് പലപ്പോഴും ദുഃഖങ്ങളായിരിക്കും, പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ആയിരിക്കും. സ്തോത്രം. കാര്യം എല്ലായ്പ്പോഴും നമ്മളെ അവർക്ക് തിരിച്ചറിയാൻ കഴിയണമെന്നില്ല. സ്തോത്രം. ഞാനെപ്പോഴും പറയുന്നൊരു വാചകമുണ്ട്: നമ്മളെ അറിയുന്ന നമുക്ക് മാത്രമേ ഉള്ളൂ, അല്ലേ? പിന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവമാണ്. നമ്മളെ അറിയുന്ന ദൈവമാണ്, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളാണ്. അതുപോലെ ദൈവം നമ്മെ അറിയുന്നത് പോലെ, നാം അറിയുന്നത് പോലെ വേറൊരാൾക്ക് നമ്മളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം കഴിയത്തില്ല. നമ്മളൊക്കെ സാധാരണ നാട്ടിൻപുറത്തൊരു ചൊല്ല് പറയാറുണ്ട്, അല്ലേ? നമ്മുടെ ഹൃദയം തുറന്ന് കാണിച്ചാലും അത് സ്തോത്രം മുല്ലപ്പൂവാണെന്നോ, ഇല്ലെങ്കിൽ വേറെ എന്തോ ഒരു പ്രയോഗം അതിനെക്കുറിച്ച് പറയാറുണ്ട്. അതൊക്കെ മനസ്സിലാകത്തില്ല. പക്ഷേ കർത്താവിനോട് പറ്റിച്ചേരാൻ എത്ര പേർക്ക് താല്പര്യമുള്ളത്? കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കാൻ ആർക്ക് താല്പര്യമുണ്ട്? പ്രതികരണ സങ്കീർത്തനം നമ്മൾ വായിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നു: അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ഈ ലോകത്തിൽ ആരോട് പറ്റിച്ചേർന്നിരുന്നില്ലെങ്കിലും, ആരോട് പറ്റിച്ചേരാൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിലും പറ്റിച്ചേരാൻ കഴിയുന്ന ഒരാളുണ്ട്. നിന്നെ വെറുക്കാത്ത, നിന്നെ സ്തോത്രം തള്ളിപ്പറയാത്ത, ഇല്ലെങ്കിൽ നിന്നെ തള്ളാത്ത, നിന്നെ കൈവിടാത്ത, സ്തോത്രം നമ്മെ ഉപേക്ഷിക്കാത്ത, പെറ്റമ്മയേക്കാൾ കൂടുതൽ അമിതമായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന, നമ്മുടെ വേദനകൾ നമ്മോട് കൂടെ ഇരിക്കുന്ന, നമ്മുടെ സ്തോത്രം ഏത് സാഹചര്യത്തിലും നമ്മൾക്ക് തുണ നിൽക്കുന്ന, അല്ലേ? അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞു: അവൻ എനിക്ക് എൻ്റെ സങ്കേതവും കഷ്ടത്തിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. തുണ എന്നുള്ള വാക്ക് അറിയാം, അല്ലേ? ആദാം ഹവ്വയോടുള്ള ബന്ധത്തിൽ ആദാമിനോട് ദൈവം പറഞ്ഞവന് തക്ക തുണയെ
കണ്ടെത്തണമെന്നാണ് അല്ലേ? സ്തോത്രം. അപ്പോൾ ദൈവ വചനം പറയുന്ന കഷ്ടത്തിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു അല്ലേ? നമ്മുടെ ദൈവം നമുക്ക് ആരാണ്? അവൻ നമുക്ക് തുണയാണ്, അവൻ നമുക്ക് സങ്കേതമാണ്, അവൻ നമുക്ക് മാർഗമാണ്. അതുകൊണ്ട് ആരോട് പറ്റിച്ചേർന്നില്ലെങ്കിലും ദൈവത്തോട് പറ്റിച്ചേരുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുക. അവൻ നിങ്ങൾ നിശ്ചയമായിട്ട് മാനിപ്പാൻ തക്കവണ്ണം ശക്തരാണ്. കർത്താവ് നിന്നെ ഒരു നാളും കൈവിടുകയില്ല. ആര് നമ്മളെ കൈവിട്ടാലും, ആര് നമ്മളെ ഉപേക്ഷിച്ചാലും, ആര് നമ്മളെ തള്ളിക്കളഞ്ഞാലും സ്തോത്രം, ദൈവം നമ്മളെ തള്ളിക്കളയത്തില്ല. ദൈവം നമ്മോട് കൂടെയുണ്ട്. സ്തോത്രം. അതിനായിട്ട് നമുക്ക് പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടെ കാത്തിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവ്, ഈ സന്ദേശത്തിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവിൻ്റെ കരുണയും കൃപയും മഹത്വവും ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രഭാതത്തിൽ വെളിപ്പെട്ട് വരുമാറാകണം. ഈ സന്ദേശം അനേകായിരങ്ങൾക്ക് വിടുതലായി, നന്മയെ, ആശ്വാസമായി, ഉദ്ധാരണമായി വെളിപ്പെട്ട് വരുവാൻ സ്വർഗമിട വരുത്തിയാണ്. എല്ലാ മഹത്വവും കർത്താവിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു.